എല്ലാ വെള്ളിയാഴ്ച ദിവസവും ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും ചൊല്ലാവുന്നതാണ്. ഞങ്ങൾ ജുമുഅ നിസ്കരിക്കാറില്ലല്ലോ ഉസ്താദെ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. നിങ്ങൾ ളുഹ്ർ നിസ്കരിക്കാറില്ലേ? വെള്ളിയാഴ്ച ആ ളുഹ്ർ നിസ്കാരത്തിനു ശേഷം ഒരു 25 പ്രാവശ്യം സൂറത്തുൽ ഖദ്ർ ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? മഹത്തുക്കൾ പറയുന്നു, 1000 ഹജ്ജ് ചെയ്ത കൂലിയും 1000 പ്രാവശ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തതിൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. എന്താ പ്രതിഫലം! മാത്രമല്ല തീർന്നില്ല, വീണ്ടും മഹത്തുക്കൾ പറയുന്നത് കാണാം. ആ വെള്ളിയാഴ്ച ദിവസം ലോകത്തെത്ര പേർ നിസ്കരിച്ചിട്ടുണ്ടോ, ആ ജുമാ നിസ്കരിച്ചവരുടെ ഒക്കെ കൂലി അവനിക്ക് കിട്ടുന്നതാണ്. അവൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കും നേരം ഈ സൂറത്തുൽ ഖദ്ർ ഓതിയായിരിക്കും അവൻ എഴുന്നേൽക്കുക. അയാൾ വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറിയിൽ വരുന്നത് സൂറത്തുൽ ഖദ്ർ ഓതിക്കൊണ്ട് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ കിതാബുകളിൽ എഴുതി വെച്ചതായിട്ട് കാണാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.